അപ്പൊ എന്തായാലും എനിക്ക് വേണ്ടിയല്ല ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. കാരണം എന്താന്ന് വെച്ചാൽ ഒരു ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിപ്പോ നിങ്ങൾക്ക് വെച്ചു തരാൻ പോകുന്നത്. ആ വീഡിയോ നിങ്ങൾ ഓരോരുത്തരും ഫുൾ ആയിട്ട് തന്നെ കാണണം. ഞാനിത് ഈ വീഡിയോ വെക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. എല്ലാ ഭർത്താക്കന്മാരും ഇത് തീർച്ചയായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുപോലെയാണോ നിങ്ങളൊന്നൊന്ന് സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തുക. തീർച്ചയായിട്ടും. കാര്യം എന്താന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ക്യാരക്ടർ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒളിച്ചോടുന്ന ആൾക്കാരെ ഇപ്പൊ സ്വന്തം ഭാര്യയെ ഒളിച്ചോടത്തില്ലെന്ന് ഒരുപാട് പേര് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ അവർക്ക് ഇപ്പൊ ഈ അഖിലനാടിന്റെ ഭാര്യ ഒളിച്ചോടുമെന്ന് സ്വപ്നത്തിൽ പോലും അഖിലനാടിക്ക് തോന്നി കാണത്തില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് പോയത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ശരിക്കും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അഖിലനാർഡിയുടെ ഭാര്യ ഒളിച്ചോടിയതിന് കാരണം ആ വീട്ടിൽ ഫ്രീഡം ഇല്ല എന്നുള്ളതാണ്. ഫ്രീഡം ഇല്ല എന്ന് പറയുമ്പോ അഖിലനാർഡി അവളെ ഉപദ്രവിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ അടിക്കുന്നു അങ്ങനെ അതൊന്നും അല്ല. ആ വീട്ടിൽ എപ്പോഴും 24 മണിക്കൂർ ഷൂട്ടിങ്ങും ക്യാമറയും എഡിറ്റിങ്ങും ഒക്കെയാണ് നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അഖിലനാർഡിയുടെ ഒരു പെണ്ണല്ലേ അവള്, ആ ഭാര്യ. എന്താന്ന് വെച്ചാൽ അവർക്കൊന്ന് സിനിമയ്ക്ക് പോകാനോ അവളെ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകാനോ അല്ലെന്നുണ്ടെങ്കിൽ അവൾക്ക് പിന്നെ ഡെയിലി വല്ലപ്പോഴും കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ എടുത്ത് വീഡിയോ ഇടുന്നുണ്ട്, അതൊക്കെ ഓക്കെ, സമ്മതിച്ചു. പക്ഷെ അവൾക്ക് വേണ്ട സമയം കുറച്ച് അവൾക്കും കൊടുക്കണ്ടേ? അപ്പൊ ആ വീട്ടില് അവൾക്ക് വേണ്ട പരിഗണനയൊന്നും കിട്ടാതെ സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വേറൊരു ഇതാണ്. എന്താ പറയാ, അന്നേരം നമുക്ക് ആ ഒരു സമയത്ത് നല്ല ഒരു സ്നേഹവും കരുതലും ഒക്കെ വേറൊരു സ്ഥലത്ത് നിന്ന് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അവള് പോകും. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ ഈ സ്ത്രീകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ പുരുഷന്മാര് ചിലപ്പോൾ വന്ന് ഇത്രയും ഇതൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് പറയും. പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കാതെ, ഞാൻ പറയുന്നത് സെക്സ് മാത്രമല്ല കേട്ടോ, ഞാൻ ചിലര് ചിന്തിക്കും അതിന് വേണ്ടിയിട്ടായിരിക്കും ഇവര് പോകുന്നത്. പക്ഷെ അതല്ല. കറക്റ്റ് ആയിട്ട് നിങ്ങൾ സ്ത്രീകൾ ഒന്ന് കമന്റ് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സ്ത്രീകൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആണുങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവക്ക് വേണ്ട സന്തോഷം, അവക്ക് വേണ്ട സ്നേഹം, കരുതൽ, ഈ സ്നേഹിക്കുന്ന സമയത്ത് പൊന്നെ ചക്കരെ എന്നൊക്കെ വിളിക്കുമായിരിക്കും. ചിലപ്പോൾ അവക്ക് വേണ്ട ടൈം സ്പെൻഡ് ചെയ്യുമായിരിക്കും അവളുടെ കൂടെ. പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ അതൊന്നും ഉണ്ടാവത്തില്ല. കുറെ നാൾ കഴിയുമ്പോൾ അവരവരുടെ രീതിയിൽ പ്രാരാബ്ദം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ വഴിക്ക് പോകും. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, എല്ലാ ഭർത്താക്കന്മാരും അവർക്ക് വേണ്ട കുറച്ച് ക്വാളിറ്റി ടൈം കൊടുക്കുക. ഞാൻ പറയുന്നതാണ് കാര്യം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കത്തില്ല ഒരു വീട്ടിലും. ഈ അടിയിടി അതൊക്കെ വേറെ, അങ്ങനെയുള്ളവരുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ചിലർക്ക് മദ്യപിച്ചു വന്ന അടിയിടിയൊക്കെ ഉണ്ടാവും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അതൊക്കെ ഇത് ഒരു പ്രശ്നവും ഇല്ലാതെ നിൽക്കുന്ന ഒരു ഫാമിലിയിൽ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവക്ക് വേണ്ട ആ ഒരു ക്വാളിറ്റി ടൈം അവളെ പുറത്ത് കൊണ്ടുപോകുന്നില്ല, അവളെ സ്നേഹിക്കുന്നില്ല. അവൾ ഇപ്പൊ ആരുടെയെങ്കിലും ആൾക്കാരുടെ കൂടെ, ചില ആണുങ്ങളുണ്ട് ആൾക്കാരുടെ കൂടെ ഉണ്ടെങ്കിൽ സംസാരിക്കത്ത് പോലും ഇല്ല, ഭാര്യയാണെന്ന് പോലും ചിന്തിക്കത്തില്ല. അങ്ങനത്തെ കുറെ പേരുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവളോട് കൂടുതൽ സംസാരിക്കത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ അത് അങ്ങനെയുള്ളവര് തീർച്ചയായിട്ടും ഇതൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ സ്ത്രീകള്. അപ്പൊ എനിക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത്. ഒളിച്ചോടിയത് തെറ്റ് തന്നെയാണ്, അതിനെ ഞാൻ ന്യായീകരിക്കുമല്ല. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഒളിച്ചോടിയത് അതിനെക്കുറിച്ച് ആരും ചിന്തിക്കത്തില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കമന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ശരിയാണെന്ന് തോന്നുന്നവരൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ലൈക്ക് തീർച്ചയായിട്ടും ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ എത്ര പേര് ഞാൻ പറയുന്നത് ശരിയായി അംഗീകരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ വീഡിയോ ദൃശ്യത്തിലേക്ക് കടക്കാം, കണ്ടിട്ട് വരും. ഇതുകൂടിയാണ് കഴിയട്ടെ. എന്താ ഇത് ഹരിയേട്ടാ, ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിക്കൂടെ? പിന്നെ നിന്നെ ഞാൻ എന്തിനാണ് കെട്ടിയത്? ഇതൊക്കെ അതിലും പെടും. എന്താണ് ഇവിടെ രക്ഷപ്പാട്? ഇവക്ക് ഡ്രസ്സ് കഴിയാൻ പറ്റിയല്ലോ. ഇതും കൂടെ കഴുകിയിട്ടെന്ന് പറഞ്ഞേ ആകാശമൊന്നും ഇടിഞ്ഞ് നിലത്ത് വീഴാൻ പോണില്ല. ഞാനൊക്കെ വന്നു കയറുന്ന സമയത്തോണ്ടല്ലോ ഇവന്റെ അച്ഛന്റെ മാത്രമല്ല ആ കുടുംബത്തിലുള്ളവരുടെ മുഴുവനും കഴുകിയിടുമായിരുന്നു. ഇപ്പൊ ഓരോരുത്തരുടെ പുതുമകള്. ഇതൊക്കെ ഇവള് കഴുകിക്കോളൂ, നീ വേണം. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും പോകുമ്പോ ഇങ്ങനെ ചൂലും പിടിച്ച് മുമ്പ് വന്ന് നിൽക്കരുതെന്ന്. അതച്ഛ അമ്മ പറഞ്ഞിട്ടാ. എന്റെ ദൈവമേ, ഞാൻ നിന്നോട് എപ്പോഴും അടി അടിച്ചു വരാൻ പറഞ്ഞത്? ഇതിവിടെ സ്ഥിര സൂക്കേടാ. ആരെങ്കിലും ഒന്ന് പുറത്തിറങ്ങട്ടും ഉടനെ അവിടെ ചൂലും കൊണ്ടങ്ങ് ഇറങ്ങിയേക്കും. അടിച്ചതല്ലടി നീ പാടും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ക്യാരക്ടർ ഇങ്ങനെയാണോ? ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാര്യ ഒളിച്ചോടി പോകും. അത് ഉറപ്പുള്ള കാര്യം എനിക്ക് പറയാൻ. അല്ലാതെ എന്ത് പറയാനാണ്? ബാക്കി കൂടെ കാണാം.
നിങ്ങൾ പോയ കാര്യം എന്തായി മനുഷ്യ? ലോണ് കിട്ടിയോ? ആ എണ്ണം കേട്ടോ കണ്ടോണ്ട് പോയപ്പോഴേ വിചാരിച്ചതാ ഇന്നൊന്നും നടക്കില്ല. എന്തിനാണ് തുള്ളുന്ന കാര്യം പറയും? ലോണ് കിട്ടിയില്ല. എവിടെ നശൂരം പിടിച്ചോള്? എടി നീയാ പറഞ്ഞു എന്നീ നിന്റെ വീട്ടിൽ കെട്ടിയെടുത്ത് അന്നീ വീട് മുടിഞ്ഞു. അവലക്ഷണം കെട്ട സാധനം മേലെ എന്റെ കണ്ണുമ്പോ കണ്ടുപോകരുത് തന്നെ. ഹരിയേട്ടാ, ഈ പറഞ്ഞ 25-ാം തീയതി എന്റെ ചേട്ടന്റെ കൊച്ചിന്റെ നൂലേട്ടാ. നമുക്ക് എന്ത് മേടിച്ചു കൊടുക്കണ്ടേ? ഞാൻ വരുന്നില്ല, നീ വെക്കോ. ഹരിയേട്ടാ, അത് നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്ക്. വെറും കൈയോടെ എങ്ങനെയാ കയറി ചെല്ലുന്നേ? ചേട്ടാ, എനിക്കൊരു 5000 രൂപ തരൂ. 5000 രൂപ? നീ ചോദിക്കുമ്പോ പൈസ എടുത്തു തരാൻ നിന്റെ കുടുംബത്തിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുന്ന. നിന്റെ വീട്ടുകാർ പറഞ്ഞ സ്ത്രീധനത്തിന് ബാക്കി ഇതുവരെ തന്നിട്ടില്ല. കല്യാണ സമയത്ത് എന്തൊക്കെയാ പറഞ്ഞ? 101 പവൻ, കാറ് മാത്രം എടുത്തു തന്നാ പോരാ, അതിന്റെ ലോൺ കൂടി അടച്ചു തീർക്കാൻ പറ. ആ ഫിനാൻസുകാർ എന്നെ ദിവസം കടന്ന് വിളിക്കാണ്. നിന്റെ അച്ഛന്റെ ആർഭാടം പത്രാസം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അവിടെ എന്തൊക്കെയോ ചീരവിത്തുണ്ടെന്ന്. പിന്നെ നിന്റെ ഒരു ചേട്ടനുണ്ടല്ലോ, കൈവീശി വീട്ടിൽ കയറി വരികയല്ലേ, അവരോട് പോയി ലോൺ അടയ്ക്കാൻ പറ. എനിക്കൊരു ആവശ്യം വന്നാലേ ഞാൻ നിങ്ങളുടെ അടുത്തല്ലാതെ വേറെ ആരോടാ ചോദിക്കേണ്ടേ? വെറും ഒരു 5000 രൂപയിലേ ഞാൻ ചോദിച്ചോളൂ. പിന്നെ കല്യാണ സമയത്ത് ഉള്ളത് തന്നാൽ മതി എന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇപ്പൊ എന്താ ശ്രീധരത്തിന്റെ പേരിൽ ഒരു കണക്ക് പറയുന്നേ? എന്റെ വീട്ടുകാർ എന്തെങ്കിലും തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയും തന്നിരിക്കും. നിന്റെ വീട്ടിൽ കാശ് ഉണ്ടേലും ഇല്ലേലും എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടിയേ പറ്റുള്ളൂ. എടി, നീ ചോദിച്ച 5000 രൂപയെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാ. അപ്പൊ എനിക്ക് കുറച്ച് നീറും. നിനക്കത് മനസ്സിലാവണമെങ്കിലേ സ്വന്തമായിട്ട് ഉണ്ടാക്കണം പൈസ. അപ്പൊ അറിയാം. നീ എന്താ നേരത്തെ? ഇന്ന് നേരത്തെ ക്ലാസ് കഴിഞ്ഞു. ചേട്ടനല്ല ആ ഇതാ വരുന്നുണ്ടല്ലോ. ആ, നീ എന്താ നേരത്തെ? ഇന്ന് ക്ലാസ് നേരത്തെ കഴിഞ്ഞു. അതെ ചേട്ടാ, കോളേജിൽ നിന്ന് എല്ലാരും ടൂർ പോണുണ്ട്. ലാസ്റ്റ് ഇയർ അല്ലേ, എനിക്കും പോണം. അതിനെന്താ, നീ പൊക്കോ, ഫുൾ ചെലവ് എന്റെ വക. അതെ ചേട്ടാ, 5000 രൂപയാണ്. അതിനെന്താ, 5000 രൂപയുടെ കാര്യമല്ലല്ലോ. താങ്ക് യു ചേട്ടാ. അമ്മ, ഞാൻ പുറത്തു പോകും. നിനക്ക് എവിടാ ടൂർ എന്നാ പറഞ്ഞ? അത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. കല്യാണം കഴിഞ്ഞ ശേഷേ ചേട്ടൻ എന്നോടുള്ള സ്നേഹം കുറഞ്ഞൊന്ന് ഞാൻ ചെക്ക് ചെയ്തില്ലേ. എടി കളി, നീ ആള് ഭയങ്കരയാണല്ലോ. അപ്പൊ കേട്ടില്ലേ, ഈ ജോലിക്ക് പോകണ്ട എന്ന് പറയുമ്പോ അവളെ അടുത്ത് വേറൊരാള് പറയും, നീ എന്റെ കൂടെ വാ, നിന്നെ ഞാൻ ജോലിക്ക് വിടാം, നിന്നെ ഞാൻ എവിടെ വേണമെങ്കിലും വിടാം, ഫ്രീഡം ആയിട്ട് വിടാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്തായാലും തീർച്ചയായിട്ടും പോകും. അത് ഉറപ്പുള്ള കാര്യമാണ്. അവൾക്ക് എന്താണ് ഭാര്യയുടെ ആവശ്യങ്ങൾ, അത് ചെറുതായിട്ടെങ്കിലും ഒന്ന് നടത്തി കൊടുക്കാൻ എല്ലാ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കുക. ഇതും കൂടെ കഴുകിയിട്ടെന്ന് പറഞ്ഞേ ആകാശമൊന്നും ഇടിഞ്ഞ് നിലത്ത് വീഴാൻ പോണില്ല. ഞാനൊക്കെ വന്നു കയറുന്ന സമയത്തോട്ടല്ലോ ഇവന്റെ അച്ഛന്റെ മാത്രമല്ല ആ കുടുംബത്തിലുള്ളവരുടെ മുഴുവനും കടിയിടുവായിരുന്നു. ഇപ്പൊ ഓരോരുത്തരുടെ പുതുമകള്. നീയാ പറഞ്ഞു എന്നീ നിന്റെ വീട്ടിൽ കെട്ടിയെടുത്ത് അന്നീ വീട് മുടിഞ്ഞു. അവലക്ഷണം കെട്ട സാധനം. എടി, നീ ചോദിച്ച 5000 രൂപയെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാ. അപ്പൊ എനിക്ക് കുറച്ച് നീറും. നിനക്കത് മനസ്സിലാവണമെങ്കിലേ സ്വന്തമായിട്ട് ഉണ്ടാക്കണം പൈസ. അപ്പൊ അറിയാം. നിങ്ങൾ എന്തിനാ എന്നെ കെട്ടിയത്? നിങ്ങൾ ഈ വിഴുപ്പലക്കാനും നിങ്ങളുടെ അച്ഛനും അമ്മയുടെ അടുന്നുപ്പം കേൾക്കാനാണോ? എടി, ഇതാണ് നിന്റെ കുഴപ്പം. നീ അവരെ നിങ്ങളുടെ അച്ഛനും അമ്മ എന്ന് പറയാതെ സ്വന്തം അച്ഛനുമായിട്ട് കാണാൻ പഠിക്കും. അപ്പൊ തീരുന്ന പ്രശ്നമുള്ളൂ. ഭർത്താവിന്റെ മാതാപിതാക്കളെ നമ്മൾ എത്ര സ്വന്തമായിട്ട് കണ്ടാലും അവർ തിരിച്ച് നമ്മുടെ മക്കളായിട്ട് കണ്ടില്ലെങ്കിലേ ഒരു പ്രശ്നവും തീരാൻ പോകുന്നില്ല. നീ എന്താ ചെയ്യും? എനിക്കൊന്ന് കുളിക്കണം. നിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി എന്താ? ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു ഫ്രണ്ടിന്റെ കമ്പനിയില്ല. മിക്കവാറും എനിക്കത് കിട്ടും. നീ ആരോട് ചോദിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത്? അച്ചിപ്പണം കൊണ്ട് ജീവിക്കേണ്ട ഗതികേടൊന്നും ഈ വീട്ടിൽ വന്നിട്ടില്ല. മര്യാദ കടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നാണോ? കേട്ടറി? പറ്റില്ല. എന്റെ ആവശ്യങ്ങൾ നടത്താനെങ്കിൽ എനിക്ക് ജോലിക്ക് പോയേ പറ്റുള്ളൂ. എന്നെ ധിക്കരിച്ച് നീ ജോലിക്ക് പോകുന്ന എനിക്കൊന്ന് കാണണം.
ആ മോളെ, നീ ജോലിക്കാരി അവനോട് പറഞ്ഞമ്മേ, ഹരിയേട്ടൻ പോണ്ടെന്നാ പറഞ്ഞേ. കല്യാണത്തിന് മുന്നേ ജോലിക്ക് വിടാന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ അവനെന്താ ഒരു മനംമാറ്റം? അവനെ വെറുപ്പിച്ചോണ്ട് ജോലിക്കൊന്നും പോവാൻ നിക്കണ്ട. അമ്മയോട് ഞാൻ പറഞ്ഞില്ല എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ടെന്ന്. എന്റെ പഠിത്തം കഴിഞ്ഞൊരു ജോലിയെ കിട്ടിയിട്ട് മതിയായിരുന്നു കല്യാണം. മോളെ, ജീവിതം എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഞങ്ങൾക്ക് നിന്നെ എത്രയും പെട്ടെന്ന് ആരുടെയും കയ്യിലൊന്ന് പിടിച്ചു കൊടുക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഞാനൊരു ബാധ്യതയായപ്പോ നഷ്ടപ്പെട്ടത് എന്റെ ജീവിത. ഇതുപോലെ എത്രയോ പെൺകുട്ടികളുണ്ടെന്നറിയോ? ജീവിതത്തിൽ കല്യാണത്തെക്കാൾ വിദ്യാഭ്യാസത്തിന് അമ്മ എനിക്ക് പ്രാധാന്യം തന്നിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. ഏട്ടൻ എവിടെ അമ്മേ? അവൻ പുറത്തേക്ക് പോയിക്കോ. ശരി, ഞാൻ ചേട്ടനെ വിളിച്ചോളാം. ദേവികേ, 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 ഇത് എവിടെ പോയി കിടക്കുവാടി? എന്തോ കേട്ടോ? നിന്നോട് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതാണ് എനിക്ക് നാളെ ഓഫീസിൽ ഇടാനുള്ള ഡ്രസ്സാണ്, അയൺ ചെയ്ത് വെക്കണമെന്ന്. ഒരു കാര്യം ഇത് എത്ര പ്രാവശ്യം പറയാൻ നിന്നോട്? ഏട്ടാ, ഞാൻ അലക്കുമായിരുന്നു. ഇതൊന്നും കഴിഞ്ഞിട്ട് പോലും ഇല്ല. നമ്മുടേത് മാത്രമല്ല, അച്ഛന്റെ അമ്മയുടെ ഒക്കെ ഉണ്ടായിരുന്നു. അതിന് എന്റെ ഒരു നൈറ്റ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് എല്ലാത്തിനും ഒരു കാരണം ഉണ്ടല്ലോ. ആരെങ്കിലും എടാ, ഈ താലിയെ നിനക്കിത് എവിടെ തല്ലാനുള്ള ലൈസൻസ് ഒന്നുമല്ല. എവിടെ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ ഇവിടെ ഇത്രയും പ്രശ്നം നടക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നേരിട്ട് വന്ന് കണ്ടപ്പോ എല്ലാം മനസ്സിലായി. എടാ, ഭാര്യ തല്ലുന്ന വലിയ അംഗീകാരമാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? നിനക്ക് അടിമപ്പണി ചെയ്യാനും നിന്റെ അടിയും തടിയല്ല ഇവിടെ നിൽക്കുന്നത്. നിനക്ക് അവളെ ഭാര്യയെ കാണാൻ പറ്റിയില്ലെങ്കിൽ എവളെ ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുപോകും. അല്ലെങ്കിൽ നീ കാരണം ഇനി എവളെ കണ്ണു നിറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ ഇനി ഞാൻ വരുമ്പോ കയ്യും വീശി ആയിരിക്കില്ല വരുന്നത്. എന്റെ കയ്യിൽ ഒരു റീത്തും കൂടെ ഉണ്ടാവും. അത് നിന്റെ ഈ നെഞ്ചത്ത് വെക്കാനായിരിക്കും. പിന്നെ ജോലി, നീ കഷ്ടപ്പെട്ട് പഠിച്ചതേ ജോലി കിട്ടാൻ വേണ്ടിയാണ്. ഇവിടെ വന്ന് അടുക്കളപ്പണി ചെയ്യാൻ വേണ്ടിയല്ല. അതുകൊണ്ട് നീ ജോലിക്ക് പോണം. പോയിരിക്കും. എല്ലാവരും കേൾക്കാൻ വേണ്ടിയാ പറയണം. പോട്ടെ മോളെ. അപ്പൊ പോട്ടെ അളിയ. കുറെ ആണുങ്ങളുടെ ചിന്തയുണ്ട്, കല്യാണം കഴിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ എവിടെയും പോകത്തില്ല, ഞാൻ പറയുന്നത് കേട്ട് എന്റെ കാൽ കീഴിൽ കിടക്കുമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അവർക്കും ഉണ്ടൊരു ലൈഫ്, അവർക്കും ഉണ്ടൊരു മനസ്സ്, അവർക്കും ഉണ്ട് എന്തോ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പൊ അഖിലനാദി 2-3 മാസങ്ങൾക്ക് മുമ്പ് തമാശ രൂപത്തിൽ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു തമാശക്ക് ചെയ്തത് ഇന്ന് സത്യസന്ധമായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതൊന്ന് കാണും. അവളുടെ അക്കൗണ്ടിൽ അവനുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ പോലും ഇല്ല, ഫുള്ളി ഡിലീറ്റഡ്. അവന്റെ അക്കൗണ്ടിലും സെയിം അവസ്ഥ. ഇറ്റ് മീൻസ് ദേ ആർ നോട്ട് ഇൻ റിലേഷൻഷിപ്പ്. ആബ്സല്യൂട്ട്ലി. അവന്റെ പേരോട് ചേർന്ന അവളുടെ ഇനിഷ്യല് അവൾ അത് മാറ്റിയിട്ട് അവളുടെ അച്ഛന്റെ പേര് ചേർത്തു. ഇറ്റ് മീൻസ് എ ലോട്ട്. അവന്റെ കമന്റ് ബോക്സ് സ്ഥിരമായിട്ട് ഒരു പെൺകുട്ടി കമന്റ് ചെയ്യുന്നു, അതിനവൻ റിപ്ലൈ കൊടുക്കുന്നു. ന്യൂ റിലേഷൻ? മേ ബി ഫ്രണ്ട് ആകാം, റിലേറ്റീവ് ആകാം, ബെസ്റ്റി ആകാം, എന്തിനേറെ പറയുന്നു ലവർ വരെ ആകാം. വാട്ട് യു മീൻ? യെസ്, ഐ മീൻ ദാറ്റ്. രണ്ടുപേരും രണ്ട് വഴിക്കായി. ചേട്ടാ, അവര് വീണ്ടും കപ്പിൾ ഫോട്ടോ ഇടാൻ തുടങ്ങി. What? Yes, they are back to relation. സാരമില്ല, ഇപ്പൊ വിഷ്ണുവും കുഷ്ബുവും കപ്പിൾ ഫോട്ടോ ഇടുന്നില്ല. ലെറ്റ് സ്റ്റാർട്ട് ദ ഇൻട്രോഗേഷൻ വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദി ഇന്ത്യ. കണ്ടില്ലേ, ഈ ഒരു അവസ്ഥ ആർക്കും എന്തായാലും വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഇത്രയൊക്കെ പറയാനുള്ളത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.